ഹോം ന്യൂസിൻ്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വീടുകളെ പറ്റിയാണ്, അത് നിർമ്മിക്കാനുള്ള കാര്യങ്ങളും മറ്റൊക്കെയാണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പണ്ടും അന്നും ഇന്നും എന്നും വേണ്ട സാധനങ്ങൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ വെച്ചിട്ടും വീട് നിർമ്മിക്കാനും അതിലിപ്പോൾ പുതിയ രീതിയിലുള്ള ഒരുപാട് കാഴ്ചപ്പാട് വന്നിട്ടുള്ളതും പുതിയ പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലാറ്ററൈറ്റ്. നമ്മൾ പണ്ട് കാലത്ത് ചില നോർത്തേൺ ഏരിയയിലൊക്കെ പോയാൽ ലാറ്ററൈറ്റ് വാൾസേ കാണുള്ളൂ. അപ്പോൾ അവർ കൂടുതലും ലാറ്ററൈറ്റ് വാൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇങ്ങോട്ട് തെക്കോട്ട് പോകും തോറും അത് ഇഷ്ടികകളിലേക്ക് മാറി. ക്ലേ ടൈൽസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇറ്റ്സ് ഓൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന മെറ്റീരിയൽസ് തന്നെയാണ്, മണ്ണിൽ അലിഞ്ഞു പോകേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. എങ്കിലും ഇപ്പോൾ നമുക്കിപ്പം ഒരു വീട് പണിയണമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം അത് ഇറ്റ് മസ്റ്റ് ബി സസ്റ്റൈനബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്. ഇപ്പോൾ ലാറ്ററൈറ്റ് വാളിനെ പറ്റി പറയുകയാണെങ്കിൽ, ലാറ്ററൈറ്റ് വാളിൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് പൊടിച്ച് അതൊരു പുതിയ വാൾ രൂപത്തിലേക്കാക്കി നല്ല കറക്റ്റഡ് കളർ കോമ്പിനേഷൻ കൊടുത്ത് ചെയ്യുന്ന മതിലുകൾ ഒക്കെ ഈ അടുത്ത് ഞാനൊരു പ്രോഡക്റ്റ് അങ്ങനെ കാണുകയുണ്ടായി. പിന്നെ നമുക്ക് ലൈറ്റിങ്ങിൽ നമ്മളിപ്പോൾ പറയുകയുണ്ടായി 6-7 വാട്ട്സ് 8 വാട്ട്സ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് 40 വാട്ട്സ് കത്തുന്ന ലൂമിനോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അതിലൊക്കെ ഒരുപാട് നമുക്കൊരു പ്രോഫിറ്റ് ലെവലിലും അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബെനിഫിഷ്യലായിരിക്കും ഓരോ വീടുകൾക്കും പണിയുന്ന സിറ്റുവേഷനിൽ. പിന്നെ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളെങ്കിലും അതും ഒരു ഫെസിലിറ്റീസ് തന്നെയാണ്. പിന്നെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് പറയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് വീട് വയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കാറ്റ് വരുന്ന ദിശ നോക്കിയിട്ട് അത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്. അപ്പോൾ കാറ്റും വെളിച്ചവുമാണ് നമുക്കൊരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗ്രീൻ ബിൽഡിംഗ് കൺസെപ്റ്റ് തന്നെ അതിലൊക്കെ ഊന്നൽ കൊടുക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ നല്ല ഓറിയൻറ്റേഷനിൽ നമ്മൾ വീടുകൾ വെക്കുകയാണെങ്കിലും പരിസ്ഥിതി സൗഹാർദ്ദമായ വീടുകളായിട്ട് തന്നെ മാറുന്നത്. ഇപ്പോൾ കഴിയുന്നത്ര വലിയ വെന്റിലേഷൻ കൊടുക്കുക. ഇപ്പോൾ പുതിയ കൺസെപ്റ്റിൽ വുഡും മാറിക്കഴിഞ്ഞു. വുഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് പാനൽസൊക്കെ ആയി. ഇപ്പോൾ UPVC ഉണ്ടായിരുന്നു, PVC ആയി, ദെൻ വി ഹാവ് വാട്ട് യു കോൾഡ് അലുമിനിയമായി, വുഡ് കംപ്ലീറ്റ് അതിനെ സബ്സ്റ്റാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പുതിയ മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതിനെല്ലാം ഈ ന്യൂ ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സുകൾക്കും എൻജിനീയേഴ്സിനും എല്ലാവർക്കും നിങ്ങളെല്ലാവരും സഹായിക്കാൻ പറ്റും. അവരുടെ രീതിയിൽ അതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളാണ് അവർ നമുക്ക് തീർത്തു തരുന്നത്. അപ്പോൾ എന്തും ഏതും ഇന്ന് പറഞ്ഞു തരാനുള്ള കൺസൾട്ടൻസ്മാർ നാട്ടിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആർക്കിടെക്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്കൊരു മനോഹരമായ ഒരു വീട് ഇനി ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ നേരുകയാണ്. താങ്ക് യു.